നിങ്ങൾ ഇത്രയും കൂടിയിരിക്കുന്നതിനാ ഞങ്ങള് നിങ്ങൾ തമ്മിൽ തർക്കമാണ്. അല്ല, ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ വളരെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയാ DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിഞ്ഞതാണ്. ഇന്നിപ്പോ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. എന്റെ അടുത്ത് എന്തായാലും മണ്ഡലം പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. DCC എന്തിനാ ക്ഷണിക്കുന്നത്? DCC എന്തിനാ ക്ഷണിക്കുന്നത്? DCCയുടെ പരിപാടിയാണോ? ഞാൻ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു തർക്കത്തിനില്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു വിവാദം നിങ്ങൾ ഉണ്ടാക്കുക. ഞാൻ ഇന്നലെ സാഹചര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഞാൻ എവിടുന്നാ വന്നത്? ഒറ്റ ദിവസം യാത്ര ഞാൻ ഇവിടുന്ന് ദുബായിക്ക് പോയി, തിരിച്ച് ദുബായ് 3:30 വരിക, 5 മണിക്കാണ് എന്റെ ഹോട്ടലിൽ കയറി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെ കൂടുതൽ വിവാദം. അപ്പൊ നിങ്ങൾക്കാണ് ഇതിനകത്ത് ലക്ഷ്യമുള്ളത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഒരു വഴി ഉണ്ടാവണം. ഇതൊരു വിവാദമാക്കി നിങ്ങൾ മാറ്റുക. ഞാൻ അതിനെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയില്ല. ബാക്കി പ്രസിഡന്റ് പറയും. അല്ല, ഒരു വിശദീകരിക്കാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത്, വരാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കുന്നു. അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു, DCC വരുന്ന നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. പറഞ്ഞു അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇന്നലെ എത്തിയത്, അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിൽ നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. താങ്കൾ നേരിട്ട് ക്ഷണിച്ചല്ല. ഞാൻ രാവിലെ ചോദിച്ചു പങ്കെടുക്കാമോ ചോദിച്ചു, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞു നോക്കട്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിവിലായിരുന്നു പരിപാടി. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല. അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയ സമയം അറിയണ്ടായിരുന്നില്ല. ഞാൻ പങ്കെടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയക്കുറവ് കൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അറിയിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. 100% തൃപ്തികര. പിന്നെ ഞങ്ങൾ തമ്മിൽ തൃപ്തികരമല്ലാതിരിക്കും. പിന്നെ ഒരു കാരണം, നിങ്ങൾ വാർത്ത കൊടുത്തു, ഞാൻ വിസ്തീർണം ചോദിച്ചു. ഇതിന് MLA വിസ്തീർണം ചോദിക്കുന്ന DC പ്രസിഡന്റ് ആളല്ല. ചാണ്ടി ഉമ്മനോട് കാര്യം അന്വേഷിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ മാറ്റിക്കൊടുത്തു. വിസ്തീർണം നിങ്ങൾ വിവാദം ഉണ്ടാക്കി ഞങ്ങളെ തെറ്റിക്കാന്ന് വിചാരിക്കേണ്ട. ഒരു തെറ്റിൽ നടക്കത്തില്ല. ഞങ്ങൾ ഒറ്റക്കെട്ട. എന്റെ അടുത്ത് അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾ ചെയ്തോളൂ. ഞങ്ങൾ പാർട്ടിക്കാത്ത കാര്യമാണ്. അതെല്ലാം ഞങ്ങൾ പരിഹരിക്കും. അതെല്ലാം പരിഹരിക്കും. ഒരു കാര്യം പറയാ, വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഷാഫി പറമ്പിന്റെ ഗ്രൂപ്പ്, സിദ്ദിഖിന്റെ ഗ്രൂപ്പ് നോക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് സംവിധാനം ഇവിടെ ഇല്ല. ഒരു ഗ്രൂപ്പുകളിൽ നേതാക്കളും ഇല്ല. CPM ദുർഭരണത്തിന് തന്നെ ഒരുമിച്ച് പോരാടാണ് കോഴിക്കോട്ടെ കോൺഗ്രസ്. ഷാഫിയോ സിദ്ദിഖോ ഇവിടെ ഒരു നേതാവോ ഒരു ഗ്രൂപ്പും പാർട്ടിക്കത്തില്ല. അല്ല, അത് കൺഫ്യൂഷൻ മാറിയില്ല. ഇറ്റ് ഈസ് ക്ലിയർഡ്. ഞാൻ യാത്ര ചെയ്തായിട്ട് പോകാം. അപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അതാണ് DCC ഓഫീസിൽ നടന്ന ചർച്ചയ്ക്ക് അവസാനം പറയുന്നത്. അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് DCC പ്രസിഡന്റും ചാണ്ടിയുമ്മൻ MLAയും പറഞ്ഞത്. ചാണ്ടിയുമ്മൻ MLAയോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുമെന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ അത് വിശദീകരണം ചോദിച്ചു എന്ന നിലയിലേക്ക് മാറ്റി. അത് മാധ്യമങ്ങളുടെ ഒരു താല്പര്യം മാത്രമാണ്. പാർട്ടിക്കുള്ളിൽ ഈ പറയുന്നത് പോലെ വിഭാഗീയതയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നുള്ള ഒരു വിശദീകരണം നൽകിയ ശേഷമാണ് ഇപ്പോൾ അവർ പുറത്തേക്ക് പോകുന്നത്.